ക്യാൻസർ പേടി സ്വപ്നമാണ്. ചെന്നപ്പോൾ തന്നെ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റീരിയ മെഡിക്ക ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഒരു ക്രോണിക് ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു മാറ്റമായിട്ട് ഹോമിയോപ്പതി മാറ്റാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് മെഡിക്കൽ സിസ്റ്റത്തിന് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഹോമിയോ എന്ന് പറയുമ്പം ഇപ്പോഴും ആൾക്കാർക്കൊരു ഇതിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് കീമോ, രണ്ട് സർജറി. ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറയുമ്പോൾ വിനോ ഫാർമാസ്യൂട്ടിക്കൽ. ഈ അൾസർ നാളെ അതൊരു ക്യാൻസർ ആയിട്ട് മാറാം. അവരുടെ ഒരു ആശ്വാസം അവർക്കല്ലേ മനസ്സിലാവും. ഇവര് ഹോമിയോ ചികിത്സെന്ന് പറയുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ചികിത്സെന്ന് പറയുന്നത്? സ്കാനിങ് ഉണ്ടോ? സ്കാനിങ് ഇല്ല. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ഇല്ല. കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് കൺട്രോൾ. നമസ്കാരം, ദിസ് ഇസ് രഞ്ജനി ഹരിദാസ്. എല്ലാവർക്കും റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാനിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സക്സസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇത് മെഷർ ചെയ്യുന്നത് വേറെ വേറെ രീതികളിലാണ്. ഫോർ എക്സാമ്പിൾ, സം പീപ്പിൾ ബിൽഡ് ബിസിനസ്സസ്, ചിലർ ദേ ബിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചിലർക്ക് പേരുകേട്ട ബ്രാൻഡ്സ് ബിൽഡ് ചെയ്യാനാണ് ഇഷ്ടം. അതിൽ കുറച്ച് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ജീവിതങ്ങൾ സ്പർശിക്കുന്നതിലാണ്. വാട്ട് ഐ മീൻ ഇസ് ദേ റീബിൽഡ് ഹോപ്പ്. ജീവിതങ്ങൾക്ക് അവർ പ്രതീക്ഷ നൽകിയാണ് അവരുടെ സക്സസ് വിലയിരുത്തുന്നത്. ആൻഡ് ദിസ് ട്രൂലി ഇസ് റിമാർക്കബിൾ. ഇന്നത്തെ എൻ്റെ അതിഥി ചികിത്സയെ ഒരു തൊഴിലായി മാത്രമല്ല, അതിനെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ, ക്യാൻസർ കെയർ, പ്രിവെൻറ്റീവ് വെൽനെസ്, ഇതെല്ലാം ഒത്തൊരുമിച്ച് ഒരു പേഷ്യൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തി. ഇൻഫാക്ട് അതുകൊണ്ടായിരിക്കണം ഫോബ്സ് ഇന്ത്യയുടെ സ്പെഷ്യൽ ഫീച്ചറായ ദ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് റീഷേപ്പിംഗ് ബിസിനസ് എന്ന ഈ വർഷത്തിലെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഹി ഈസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് SKCCR കെയർ ആൻഡ് ഡോക്ടർ ബോസ് ഫാർമ. ഇന്നത്തെ റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാനിലെ ഗസ്റ്റായി എത്തുന്നു ഡോക്ടർ യദു കൃഷ്ണ. ബട്ട് ആദ്യം തന്നെ ഞാനൊരു വലിയ കൺഗ്രാജുലേഷൻസ് പറയട്ടെ അല്ലേ. ഫോബ്സ് ഇന്ത്യയുടെ ഒരു ലേറ്റസ്റ്റ് ലിസ്റ്റിലെ ബിസിനസ് റീഷേപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേരിൽ ഡോക്ടറിൻ്റെ പേരുമുണ്ട്. സോ കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം ടു റൂട്ടഡ്. ടെൽ മീ, ആ ഒരു ലിസ്റ്റിൽ താങ്കളുടെ പേര് വന്നപ്പോൾ ഹോമിയോപ്പത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതും അതിൽ സ്പെസിഫിക്കലി ക്യാൻസർ കെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയ്ക്ക് ഹൗ ഡിഡ് യു ഫീൽ? ആക്ച്വലി അത് ശരിക്കും ഒരു സംഭവമാണ്. വളരെ അതിന്റെ കറക്റ്റ് ടൈറ്റിൽ ഞാൻ നോക്കി വായിക്കേണ്ടി വന്നേനെ. ബിക്കോസ് ഒന്നുകൂടെ വായിച്ചോട്ടെ. ഫോബ്സ് ഇന്ത്യ സ്പെഷ്യൽ ഫീച്ചറിന്റെ ദ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് റീഷേപ്പിംഗ് ബിസിനസ് എന്ന കാറ്റഗറിയിൽ ഒരാളുടെ പേര് ഡോക്ടർ യദു കൃഷ്ണയുടെ കൂടെയാണ്. സോ എപ്പോഴായിരുന്നു ഇത് അനൗൺസ്മെന്റ്? ഇത് അനൗൺസ്മെന്റ് ആക്ച്വലി ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഈവനിങ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ആക്ച്വലി ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ആക്ച്വലി ഞാൻ അതിൽ ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ലൈഫിൽ തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതെന്താ കാര്യം, ഏജ് ഒരു ഫാക്ടറാണ്. സോറി ഡോക്ടർ, എനിക്ക് എല്ലാവരും, ഞാൻ ആരും എൻ്റെ അടുത്ത് പ്രായം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എല്ലാവരും പ്രായം അറിയണം. ഈ വർഷം 32 ആവുന്നു. അപ്പോൾ ആ പ്രായത്തിൽ ആക്ച്വലി ഐ ട്രീറ്റഡ് thousands of cancer patients. അപ്പോൾ അങ്ങനെ അത് പ്രായമല്ല അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, കാരണം എൻ്റെ വന്ന കഥകൾ അങ്ങനെയാണ്. കാരണം ഞാനൊരു 18ാമത്തെ വയസ്സ് സ്കൂൾ കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയതാണ്. അച്ഛൻ അറിയാമല്ലോ, ഡോക്ടർ കൃഷ്ണകുമാർ. അച്ഛൻ വർഷങ്ങളായിട്ട് 46 വർഷമായിട്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു പേര് ഉള്ള ഒരാളാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാവുകയും അവർക്ക് ചികിത്സിക്കുകയും അങ്ങനെ ഒരു വലിയൊരു ആളായിരുന്നു അച്ഛൻ. ഇപ്പോഴാണ് അതെ, നമ്മളുടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് അവരുടെ കഥയാണല്ലേ. അവരില്ലെങ്കിൽ നമ്മളില്ല. സോ ഡോക്ടർ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഐ തിങ്ക് 46 വർഷം മുമ്പ് SKCCR, അതിന്റെ അന്നത്തെ പേരും കൂടെ ഒന്ന് നമുക്ക് പറയാം. ശ്രീകൃഷ്ണ ക്ലിനിക് ആൻഡ് ക്യാൻസർ റിസർച്ച് എന്നായിരുന്നു അതിന്റെ പേര്. ചേർത്തലയിലായിരുന്നു. അപ്പൊ നിങ്ങളൊരു ഡോക്ടർ ചെയ്തു വളർന്ന് വന്നത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻവയറൺമെന്റിലാണ് ചെറുപ്പകാലം മുതൽ. അതെ, എന്റെ ചുറ്റും ഉണ്ടായിരുന്ന മെഡിസിൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു എന്റെ ചെറുപ്പം തൊട്ട്. പക്ഷേ അത് ഞാൻ കോളേജിൽ പോയപ്പോൾ ശരിക്കും മനസ്സിലായി. കാരണം കോളേജിൽ ആൾക്കാർ പഠിപ്പിക്കുമ്പോഴും ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴും കേൾക്കുന്ന പല കാര്യങ്ങളും പുതിയ പിള്ളേർക്ക്, അത് പുതിയ സ്റ്റുഡൻസിന് അതെല്ലാം പുതിയ കാര്യങ്ങളായിരുന്നു കേൾക്കുമ്പോൾ. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ടിട്ട് വന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്കിതെല്ലാം വളരെ നോർമലായിരുന്നു. കാരണം ചെന്നപ്പോൾ തന്നെ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിലാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ ഇതേപോലെ മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന പല മെഡിസിൻസ്, ഇപ്പോൾ ബെലഡോണ, ബ്രയോണിയ, ഹയോസാമസ്, അങ്ങനെ പല മെഡിസിൻസ്
ഉണ്ട്. കൊച്ചുങ്ങളെ താരാട്ട് പാട്ട് പോലെ കേട്ട് വളർന്ന ഡോക്ടർ യദു. അപ്പൊ ചെറുപ്പം തൊട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കിതെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ ഡോക്ടർ ഇവിടെ ഇന്നത്തെ എൻ്റെ ഈ റൂട്ടിൽ ഒരു ഗസ്റ്റായി വരുന്നു എന്ന് പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ്. ബിക്കോസ് എൻ്റെ അമ്മ ചിത്ര ചേച്ചി കഴിഞ്ഞിട്ട് ഇത്രയും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഡോക്ടർ യദുവിനാണ്. ബിക്കോസ് അമ്മ അത്രയും വലിയ ഹോമിയോ ഫാൻ അല്ല, ഹോമിയോ യൂസ് ചെയ്യുന്ന അമ്മ ഹോമിയോയുടെ ആളാണ്. അതുകൊണ്ട് അതേ അമ്മ അവിടെ ഇരിപ്പുണ്ട് കാണാൻ. വേറെ ആരെയും കേൾക്കാൻ വരാറില്ല. അതെ അതെ. സോ ഐ വാണ്ടഡ് ടു സേ ദാറ്റ് ബിക്കോസ് യു നോ ആദ്യം തന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം അതാണ്. ബിക്കോസ് ഹോമിയോപ്പതി അല്ലേ, ഹോമിയോപ്പതി ഡോക്ടർ ഫോർബ്സ് ലിസ്റ്റിൽ വന്നു, കുറേ റെക്കഗ്നിഷൻസ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഹോമിയോ എന്ന് പറയുമ്പം ഇപ്പോഴും ആൾക്കാർക്കൊരു ഖിച്ച് ഉണ്ട്. കാരണം അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് ഹോമിയോപ്പതി സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ ഇറങ്ങാത്തതിന്റെ ഒരു കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ ഹോമിയോയിൽ തന്നെ ആൾക്കാർ സയന്റിഫിക്കല ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് രണ്ട് കൂട്ടക്കാരുണ്ട് ഹോമിയോപ്പതിയിൽ. ഇപ്പൊ ചില ആൾക്കാർ ഹോമിയോപ്പതിയിലാണെങ്കിൽ തന്നെ അവര് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് വെച്ച് 6 മാസവും 8 മാസം ആക്കി വഷളാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. നമ്മൾ വരുമ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ ആയിക്കോട്ടെ, ഒരു ലിവർ ക്യാൻസർ ആയിക്കോട്ടെ, അങ്ങനെ ഏത് സ്റ്റേജ് ക്യാൻസർ ആയിക്കോട്ടെ, ഇപ്പോൾ ലിവർ ക്യാൻസർ ആണെങ്കിൽ അവരുടെ ഒരു പ്രീവിയസ് റിപ്പോർട്ട് നമ്മൾ എന്തായാലും എടുക്കും. അല്ലെങ്കിൽ റിപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ CT എഴുതി വിടും അങ്ങോട്ടേക്ക്. CT എടുത്തതിന് ശേഷം ലിവറിൽ ലീഷൻസ് അല്ലെങ്കിൽ മുഴ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും നമ്മൾ. അപ്പോൾ ലിവറിലുള്ള മുഴ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, 3 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, 5 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, അതുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതിന് സ്പ്രെഡിങ് ഉണ്ടോ, ലിംഫിലോട്ട് മെറ്റ് ഉണ്ടോ, ഇത് നമ്മൾ നോക്കും. അല്ലാതെ തന്നെ സ്പെസിഫിക് ആയിട്ട് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഏത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇവിടുത്തെ എത്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള സയന്റിഫിക് ഉള്ള എവിഡന്റ് എന്ന് പറയാനായിട്ട്. നിങ്ങളുടെ ഹോസ്പിറ്റലിലും ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അത് പറ്റില്ല, അത് ചെയ്താൽ പറ്റില്ല. അല്ലാതെ എങ്ങനെയാണ് മാറുമെന്ന് പറയുന്നത്, ക്യാൻസർ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു പാരാമീറ്റേഴ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൽ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം പാരാമീറ്റേഴ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫിയർ നമ്മൾ ആദ്യം എടുത്ത് മാറ്റണം. ഇവിടെ വരുമ്പം ഇതൊന്നും നോക്കാതെ വെറുതെ എന്തെങ്കിലും ഒക്കെ എഴുതി തരുന്ന ഒരു സ്ഥലമല്ല. അതല്ല, അങ്ങനെ വെറുതെ ചികിത്സിക്കില്ല. ഇനി രണ്ടാമത്തത് ഒരു 30 to 45 ഡേയ്സ് ആകുമ്പോൾ ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ഇതിന്റെ ട്യൂമർ മാർക്കേഴ്സ്, ഇപ്പോൾ ലിവർ ക്യാൻസർ ആണെങ്കിൽ CA ആൽഫ ഫീറ്റ പ്രോട്ടീൻ, CA 19.9, β2 മൈക്രോഗ്ലോബിൻ, പല ടെസ്റ്റുകളുണ്ട്. പിവ്ക 2 എന്ന ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം ഇത് കുറയുന്നുണ്ടോ എന്നറിയാനായിട്ട് 30 to 45 ഡേയ്സിൽ നമ്മൾ വീണ്ടും ചെക്കപ്പ് ചെയ്യും. ഇനി ഇത് കുറഞ്ഞെങ്കിൽ മാത്രമേ ഈ 30 to 45 ഡേയ്സിനുള്ളിൽ നമുക്ക് ചികിത്സ മുമ്പോട്ട് പോകണോ വേണ്ടോ എന്ന് ഞാൻ പറയുകയുള്ളൂ. എനിക്ക് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും പേഷ്യൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അപ്പോൾ ഇത്രയും ക്ലയന്റ് ലൈൻ, ഇത്രയും പേഷ്യൻസ് വരണമെങ്കിൽ ഇതിൽ വ്യത്യാസം വരണം. എന്തെങ്കിലും ഇത് വ്യത്യാസം ഉണ്ടാവണം. ഇതില്ല എങ്കിൽ ഒരിക്കലും ഇവിടെ ആരും വരില്ല. ഇവിടെ വർഷങ്ങളോളം ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ സ്റ്റേജ് 4 ആയിട്ട് വർഷങ്ങളോളം നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്ന, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യത്യാസം ഉണ്ടാവണം. വ്യത്യാസമില്ലെങ്കിൽ ഇവരെന്തായാലും നമ്മുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകില്ല. അതാണ് SKCCRന്റെ പ്രത്യേകത. അപ്പോൾ സയന്റിഫിക്കലി നമ്മൾ എല്ലാ റിപ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സോ അച്ഛനാണല്ലോ ഇത് തുടക്കം കുറിച്ചത്, SKCCR 46 വർഷം മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം അത് തന്നെ ഇത് കണ്ടു വളർന്നു, ആ ഫീൽഡിലേക്ക് തന്നെ കടന്നു. ഹോമിയോപ്പതിനെ കുറിച്ച് ഏറ്റവും നമ്മളൊരു ഹോമിയോപാത്ത് ആവണമെങ്കിൽ യു ഗോ ത്രൂ വാട്ട് കോഴ്സസ്? അതെനിക്ക് അറിയണമായിരുന്നു. എന്ത് പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത്? അതൊരു ശരിക്കും BHMS എന്നാണ് പറയുന്നത്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഒരു BHMS പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പഠനത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് കൂടുതലും ക്ലിനിക്കൽ പഠനമായിരുന്നു. അത് അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അവിടെയായിരുന്നു കുറേ, അതായത് നമ്മൾ അക്കാഡമിക്സിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ. അതല്ലാതെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് വേറെ കുറേ സാധനങ്ങൾ ഈ ബുക്സിലല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഓൺ ഹാൻഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോളേജ് ലൈഫെല്ലാം കഴിഞ്ഞു, അതെല്ലാം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കും ഇതൊന്നും അല്ലായിരുന്നു പഠനം. അതിന് ശേഷമാണ് ശരിക്കുള്ള പഠനം എന്ന് മനസ്സിലാകുന്നത് കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു. അച്ഛൻ്റെ കൂടെ ഈ വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഡോക്ടർ യദുവിന് കിട്ടിയത്. എന്തൊക്കെ എത്രയോ വർഷം കണ്ടുകൊണ്ടിരുന്നു. അതിൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ പേരൊന്നും പറയണ്ട, ടെൽ us something to. അതെനിക്കുണ്ട്. അതെനിക്കൊരു നല്ലൊരു ഓർമ്മയുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. അതായത് ഞാനപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ചു, അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനൊരു സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വന്ന് അച്ഛനൂടെ ക്ലിനിക്കിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം സാറ്റർഡേ ഇങ്ങനെ
വരാൻ നേരത്ത്, അച്ഛൻ്റെ കൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ നേരത്ത് ഒരു ലേഡി അവിടെ ഒരു ആൾ ഭയങ്കര കരയുന്നു, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ നേരത്ത് അപ്പോൾ അവർ സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവർക്ക് ഇവിടെ ഒരു മുഴ വന്നു. അപ്പോൾ ഇവിടെ കാരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട്. അപ്പോൾ അവിടെ ഈ മുഴ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അവർക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരുന്നു അവർ വന്നിരുന്നത്, മുഴ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇനിയും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ആൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നൊരു കേസായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ മെഡിസിനിലൂടെ അത് ചുരുങ്ങുകയും അവർക്കിപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയും അവർ മാസങ്ങളോളം നമ്മുടെ ചികിത്സ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കുറയുകയും ചെയ്തപ്പോൾ ഞാൻ അപ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു മരിച്ചു പോകാമെന്ന് പറഞ്ഞ ഒരു സാധ്യതയിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടുക. അല്ലേ? അതെ 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 അതെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറേ കേസുകളുണ്ട് അതേപോലെ പല കേസുകൾ സ്റ്റേജ് 4 ക്യാൻസർ, ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ. ഏറ്റവും കൂടുതൽ നമ്മൾ SKCCR-നെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഡോക്ടർ യദുവിൻ്റെ വർക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഹോമിയോപ്പതിയിലാണെങ്കിൽ കൂടെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ്. എങ്ങനെയാണ് അത് വന്നത്? ഹൗ ഡിഡ് യു കം ടു ഫോക്കസ് ഓൺ ക്യാൻസർ? ക്യാൻസർ എന്ന് വെച്ചാൽ ശരിക്കും ക്യാൻസർ അച്ഛൻ്റെ ഒരു മെയിൻ കോർ ക്യാൻസറിലായിരുന്നു. സോ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നത് വെച്ചാൽ ക്യാൻസർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസറിൽ ഭയങ്കര ഇൻട്രസ്റ്റും ആയിരുന്നു അതിൽ. അപ്പോൾ അത് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പം ഇന്ന് ക്യാൻസർ ആർക്കും വരാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയതുകൊണ്ടാവാം തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം SKCCR-ലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റോ ഒരു ക്യാൻസർ പേഷ്യൻറ്റോ ഹൗ ഡു ദേ ഗെറ്റ് ദംസെൽവ്സ് ബെറ്റർ? ആ ഒരു പ്രോസസ്സ് എന്താണ്? അപ്പോൾ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് വന്ന ഒരു കേസാണ്. അപ്പോൾ ഒരു അമ്മൂമ്മ ഒരു 80 വയസ്സ്. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റൊമക്കിൽ ഒരു ക്യാൻസർ CA ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ലീഷൻസ് കാണിക്കുന്നുണ്ട്, അതായത് ട്യൂമർ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് കീമോ, 2 സർജറി. കീമോ ചെയ്യാൻ നടക്കില്ല, പ്രായമുള്ളത് കൊണ്ട് എന്തായാലും നടക്കില്ല എന്നവർ പറഞ്ഞായിരുന്നു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സർജറിയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് വയറ്റിലേക്ക് ഡയറക്റ്റ് ഫുഡ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ട്യൂബ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ അതിൽ ഹോമിയോപ്പതി എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചാൽ നമുക്ക് CA ആയിട്ടുള്ള നമ്മുടേതുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ് രീതികളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഇതേപോലെ 1 മണിക്കൂറും 2 മണിക്കൂറും വെച്ച് കൊടുക്കേണ്ട കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ഇത് കൊടുത്തതിന് ശേഷം ഒരു 20 ദിവസം 25 ദിവസം ആയപ്പോൾ ഇവർക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവരുടെ ഒരു ആശ്വാസം അവർക്കല്ലേ മനസ്സിലാവും. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് 80 വയസ്സുള്ള ഒരാളെ അവരെ കീമോയോ സർജറി ചെയ്തിട്ട് നാളെ ബെഡിൽ കിടത്തുന്നതിനേക്കാളും അവർ ആഗ്രഹിക്കുന്നത് അവർ സന്തോഷം വേണ്ടി. ഇപ്പോൾ 80 വയസ്സ് വരെ ഒരു ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അവരത് ബെഡിൽ കിടത്തുന്നതിന് പകരമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ രാവിലെ ഇഡലി കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് അത് മതി. പിന്നെ മരണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു ദിവസം സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് ആരോഗ്യപരമായിട്ടും നല്ലൊരു രീതിയിലും നടക്കുന്നതാണ് കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ കേസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഐ ഹാവ് ടു സേ, ഇപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ലെഗസി ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ്, അതിൽ സംശയമില്ല. പക്ഷെ അതിൽ നിന്നും സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഐ തിങ്ക് യുവ് ഗോൺ ത്രൂ ദാറ്റ് അല്ലേ? ഇപ്പം യു ആർ മാനേജിംഗ് ഡയറക്ടർ ഓഫ് SKCCR കെയർ. അപ്പോൾ ആ ഉത്തരവാദിത്തം കൈമാറി ഇപ്പം മകനിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ അത് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, താങ്കൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ യു ഹാവ് thousands and thousands of patients coming in അല്ലേ? അപ്പോൾ ആ ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയല്ലേ? സ്വന്തമായിട്ടുള്ള ഈ ഒരു ഹോമിയോപ്പത്തിയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി എന്താണ് ഡോക്ടർ യദു പ്രാക്ടീസ് ചെയ്യുന്നത്? ഹൗ ആർ യു മാനേജിങ് ടു ഡു ദിസ്? ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതെ, അതിന് ചില കാര്യങ്ങൾ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് പോയേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 9 to 4 ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നടക്കില്ല. കാരണം അങ്ങനെയല്ല. എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലേ ദിവസത്തെ കേസുകൾ പഠിക്കുക, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, പുതിയ അപ്ഡേറ്റ് ചെയ്യുക, രാവിലെ ഓഫീസിൽ പോവുക, ഓരോ കേസും പേജ് ബൈ പേജ് പഠിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാലും അന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. കിടക്കുമ്പോൾ രാത്രി 10 മണി 11 12 മണിയാവും. റിപ്പീറ്റ്. പിറ്റേ ദിവസം തന്നെ 5 മണിക്ക് എഴുന്നേൽക്കുക, വീണ്ടും പഠിക്കുക. 5 മണി എനിക്കും എല്ലാ ദിവസവും എഴുന്നേൽക്കും 5 മണിക്ക്. അത് അച്ഛനായിട്ട് കുറച്ച് കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, അതിനകത്തുള്ള മെഡിറ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതല്ല, കാരണം നമ്മളെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ ജനങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് അല്ല. കാരണം രാവിലെ തൊട്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ക്യാൻസർ രോഗികളും അവരുടെ സങ്കടങ്ങൾ കേൾക്കുക,
അവർക്കൊരു ആശ്വാസമാവുക, ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡെയിലി നെഗറ്റീവ് എനർജിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പോസിറ്റീവ് അല്ല എങ്കിൽ ഇവരാർക്കും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പോസിറ്റീവായിട്ടൊരു സന്തോഷം കൊടുക്കാൻ പറ്റില്ല നമുക്ക്. ഐ തിങ്ക് വളരെ വാലിഡ് ആയ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. എസ്പെഷ്യലി ബിക്കോസ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഏത് രീതിയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ സന്തോഷത്തിലായിരിക്കാം പോകുന്നത് ചില സമയത്ത്, പക്ഷേ ഇറ്റ് ഈസ് എ കളക്റ്റീവ് നെഗറ്റീവ് എനർജിയുടെ ഒരു സ്ഥലത്തിൽ ആ ഡോക്ടേഴ്സാണ് നമുക്ക് പോസിറ്റിവിറ്റി ആയിട്ട് എത്തുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഇപ്പം ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഹീലിംഗ്, ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസണിൽ അതിൻ്റെ ഡിഫറൻസോ സിമിലാരിറ്റിയോ ഹൗ വുഡ് യു എക്സ്പ്ലെയിൻ ദിസ് ടു അസ്? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി ട്രീറ്റ്മെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ക്യൂർ എന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഹീലിംഗ് ആണ് പറയാൻ ഇഷ്ടം. നമുക്ക് ഹീലിംഗ് എന്ന് പറയാം, ഹോമിയോപ്പതിയിലെ ഹീലിംഗ് എന്ന് പറയാം. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലും ട്രീറ്റ്മെന്റ് ഒരു പ്രോസസ്സാണ്. അതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വരുന്നത് അയാളുടെ അസുഖങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക, അവരുടെ മെഡിസിൻസ് കൊടുക്കുക, അവരെ പറ്റിയിട്ട് തന്നെ ഒന്ന് പഠിക്കുക, കംപ്ലീറ്റ്ലി പഠിക്കുക. അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, സിംറ്റമറ്റോളജി പ്രകാരം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, സിംറ്റംസ് കുറയുന്നുണ്ടോ, വേദനയുള്ള ആൾക്ക് വേദന കുറയുന്നുണ്ടോ, അവർക്കിപ്പോൾ വയറിളക്കം വയറിളക്കം കുറയുന്നുണ്ടോ, ഇപ്പോൾ ബ്ലഡ് പോകുന്ന ആൾക്കാരുണ്ട്, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ വയറിന് റെക്ടൽ ക്യാൻസർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിന്ന് ബ്ലഡ് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തിട്ട് 10-15 ദിവസം കൊണ്ട് നമുക്ക് ആ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാമാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഏത് മെഡിസിൻസ് ആണ് നമ്മൾ കൊടുത്തത്, ആ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഇത് കുറയുന്നുണ്ടോ, ഈ ചില മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ട്യൂമർ ചുരുങ്ങുന്നുണ്ടോ, ഇതെല്ലാം ഇതിൽ ഓരോരോ കാര്യങ്ങൾ. അതാണ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു 30 to 45 ഡേയ്സ് കഴിയുമ്പോൾ എനിക്ക് ട്യൂമർ ചുരുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേബിൾ ആവണം. അവിടെയാണ് നമ്മുടെ ഇത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കേസ് സക്സസ് എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എന്ന് പറയുമ്പോഴോ ഹൗ ഡസ് ദാറ്റ് കം ഇൻ ടു പ്ലേ? ഹീലിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഓരോ ആൾക്കാരും ഓരോരോ ട്രീറ്റ്മെന്റുകളും ഓരോരോ രീതിയിലും കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു അവർ ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പോസ്റ്റ് കെയർ അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്കതൊരു അതിന് ഒഫീഷ്യൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹീലിംഗ് അതിനൊരു ട്രീറ്റ്മെന്റ് രീതി എന്നേ പറയാറുള്ളൂ. ഒരു പ്രോപ്പർ സിസ്റ്റം തന്നെയാണ് അല്ലേ? ബിക്കോസ് സംടൈംസ് നമ്മൾ അങ്ങനെയും പറഞ്ഞ് ഇതിനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ നോക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഞാനത് ഹീൽ ചെയ്യാം, ക്യൂർ ചെയ്യാം അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടുതലും ട്രീറ്റ്മെന്റ് പ്രോസസ്. നിങ്ങൾക്ക് റിസൾട്ട്സ് അങ്ങനെ തന്നെയാണല്ലോ? എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ മെഡിസിൻ എന്ന് പറയുന്നത് ശരീരത്തിനെ ട്രീറ്റ് ചെയ്യുന്നു, ഹോമിയോ മെഡിസിൻസും അത് തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റ് ഫാക്ടേഴ്സും ഉണ്ടല്ലോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്, ആങ്സൈറ്റി, ഇമോഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ വെൻ ഇറ്റ് കംസ് ടു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണോ? അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയട്ടെ, ഇപ്പം ഹോമിയോപ്പതി ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്തു, നമ്മൾ അസുഖത്തിനായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക്. പക്ഷേ അതല്ലാതെ തന്നെ അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, വൈറ്റമിൻ ഡി അതിന് കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ല എല്ലാം ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിക്കാമെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജീവിത ശൈലിയിൽ നിന്ന് മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതിനാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിയോപ്പതിക്കലി നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ വൈറ്റമിൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കണം. ഇപ്പോൾ ഗട്ടിന് ഇഷ്യൂസ് ഉള്ള പ്രോബയോട്ടിക്സ് കൊടുക്കണം. വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൊടുക്കണം. സിങ്ക് കൊടുക്കണം, സെലിനിയം കൊടുക്കണം. ഇതെല്ലാം വൈറ്റമിൻസിനകത്ത് വരുന്നതാണ്. ഇത് കൂടാതെ തന്നെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണമാണല്ലോ ഈ അസുഖം വന്നത്. അപ്പോൾ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ജീവിതശൈലിയിൽ മാറ്റം എന്ന് വെച്ചാൽ അതിന് നമുക്ക് ചെറിയ ചെറിയ വ്യായാമങ്ങൾ അതിൽ കൊണ്ടുവരിക. അതിപ്പോൾ ക്യാൻസർ എന്നല്ല പറയുന്നത്, മറ്റ് ഇപ്പോൾ ഫാറ്റ് ലിവർ ആയിക്കോട്ടെ, മറ്റ് കേസുകളായിക്കോട്ടെ, ഏത് കേസാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ചെറുതായിട്ട് വ്യായാമങ്ങൾ കൊണ്ടുവരിക. ഇതിൽ ഞാൻ ഇപ്പോൾ ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മസാജ്, അത് തിരുമ്മൽ, അതെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ അത് മാറ്റിവെക്കുക. ഈവൻ ഫുഡ് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, പുറത്ത് ജങ്ക് ഫുഡ് കഴിക്കുന്നു. ഇതിന് പകരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ നോർമൽ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതായത് പറഞ്ഞ ഒരു 360 ഡിഗ്രി പാറ്റേൺ അതാണ് നമുക്ക് വേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫുൾ റിസൾട്ട് കിട്ടത്തില്ല.
കിട്ടത്തില്ല. കിട്ടത്തില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ പ്രിവെൻഷനെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ സംസാരിക്കണ്ടേ? അപ്പോ തീർച്ചയായിട്ടും. സോ ടെൽ us, ക്യാൻസർ വരാതിരിക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, അപ്പോൾ അല്ല, ക്യാൻസർ വരാതിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ പേടി സ്വപ്നമാണ്. എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മുടെ ഒക്കെ ലൈഫ് സ്റ്റൈൽ ഇത്രയും മോശമാണ്. എന്തെങ്കിലും ലൊട്ടിലെടുക്ക് വിദ്യകളുണ്ടോ ഞങ്ങൾക്ക്? അതെന്താ വെച്ചാൽ ഇതൊന്നും പ്രൊഡിക്റ്റബിൾ അല്ല. നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ, 8 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ ഉണ്ട്. ആ കുട്ടി എന്തായിട്ടാണ് ബ്രെയിൻ ട്യൂമറുള്ള ജനറ്റിക് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ വരുന്ന ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്. ചില കുട്ടികൾ ലിവർ ക്യാൻസർ ഉണ്ട് 8 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ കുട്ടികൾക്ക് വരെ വരുന്നൊരു അസുഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ ആർക്ക് ക്യാൻസർ വരും, എപ്പോൾ ക്യാൻസർ വരും, ഇത് ആരുടെ കാര്യം പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ആരോഗ്യവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ എന്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡോക്ടർ? അല്ല, നമ്മൾ ആവശ്യത്തെ സ്ട്രെസ് എടുത്ത് വെക്കാതിരിക്കുക. അല്ലാതെ തന്നെ സിവിയർ ആയിട്ട് എപ്പോഴും ഈ ഇറിറ്റേഷൻ വരുന്ന ഫുഡ്, അതായത് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇതല്ലേ ഇപ്പോൾ അറിയാമല്ലോ, ആൾക്കാർ ഒരുപാട് മസാല കാര്യങ്ങളല്ല, അതായത് നോർമൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഒരു IBS വന്ന ഒരാളാണെങ്കിൽ അറിയാലോ, IBS അപ്പോൾ ഇത് വരുന്ന ഒരാളാണെങ്കിൽ തന്നെ അത് നാളെ ക്യാൻസറായി മാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈവൻ ചില ആൾക്കാർ പറയും, ഡോക്ടറെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇവിടെ ഒരു വേദന, അസിഡിറ്റിയുടെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. നോർമലി അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മളൊരു ജെലൂസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കും. അപ്പോൾ ഈ അസിഡിറ്റി വരുമ്പോൾ നമുക്കൊരു എരിച്ചിൽ എപ്പോഴും വരുന്നില്ലേ? ഈ ഹാർട്ട് ബേൺ, യെസ്, അതെ, ഈ ഹാർട്ട് ബേൺ വരുന്നുണ്ട്. ഈ ഹാർട്ട് ബേൺ എന്ന് പറയുന്ന സാധനം നാളെ ഒരു അൾസറായി മാറില്ലേ? തീർച്ചയായിട്ടും അൾസറായി മാറും. കാരണം എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം HCl, അവിടെ HCl ആസിഡിക് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ അൾസർ വരുന്നുണ്ട്. ഈ അൾസർ അതാണ് ക്രോണിക് ആയിട്ട് കാലാകാലങ്ങളായിട്ട് ഇറിറ്റേഷൻ വന്ന് അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ജലസൂട് കൂടി ആശ്വാസം കിട്ടും. പക്ഷെ അൾസർ മാറുന്നില്ല അവിടെ. ഈ അൾസർ നാളെ അതൊരു ക്യാൻസർ ആയിട്ട് മാറാം. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അവർക്ക് വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല, മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് വന്ന് അസിഡിറ്റി വന്ന് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു അൾസറായി, ആ വ്രണം വലുതായി, അത് പിന്നെ അത് അൺകൺട്രോളബിൾ ഗ്രോത്ത്, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിൽ സെൽസ് ഗ്രോത്തിനാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. അവിടെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഈ മുഴ, ട്യൂമർ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ CT സ്കാൻ നോക്കാൻ ഒരു മുഴയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ക്യാൻസർ ആണ്. അപ്പോൾ അടുത്തെന്താ പറയുക അവർ? അപ്പോൾ സംശയമുണ്ട്, ഒന്ന് ബയോപ്സി എടുത്ത് നോക്കാൻ നേരത്ത് നമുക്ക് അറിയാം അവിടെ ക്യാൻസർ ആണെന്നുള്ള അറിയാൻ പറ്റും. ഇതാണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. സോ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കൺട്രോൾ. അതെ, ക്രോണിക് ഇറിറ്റേഷൻസ്, അതായത് വർഷങ്ങളായിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് അത് കൂടുതലും ക്യാൻസറായിട്ട് മാറുന്നത്. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് SKCCR കേരള ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ക്യാൻസർ ആ ക്യാൻസർ എന്ന വേർതിരിവുണ്ടോ, അതോ എല്ലാ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിലും ഹോമിയോപ്പത്തിയിലൂടെ ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാ ടൈപ്പ് ക്യാൻസേഴ്സും ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ സ്റ്റേജ് 1 വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് കൂടുതലും പല ഹോസ്പിറ്റലിൽ പോയിട്ട് വിട്ടുമാറാതെ ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ മതി ലാസ്റ്റ് ഓപ്ഷൻ വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ കീമോതെറാപ്പി ചെയ്തതിന് ശേഷം അവർക്ക് അത് പറ്റുന്നില്ല, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. കാരണം കീമോ 1 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, 4 ചെയ്തു, ഇത് കഴിയാൻ നേരത്തെ ആള് ഡൗൺ ആയി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെതായ റിസൾട്ടുകൾ കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളുണ്ട്. പക്ഷെ കുറേ ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ബോധമുള്ള ആൾക്കാരുണ്ട്. അവർ ബയോപ്സി പോലും ചെയ്യില്ല, ബയോപ്സി ചെയ്യാതെ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വരും, ബയോപ്സി ചെയ്യാതെ എങ്ങനെ ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റുമെന്നുള്ളത്. അതങ്ങനെ ഒരു ചോദ്യം വരും അതിൻ്റെ അകത്തേക്ക്. ഇപ്പോൾ ഹോമിയോപ്പതിക്കലി നമുക്കത് കാണുമ്പോൾ ഏകദേശം ഇപ്പോൾ ലിവറിലൊരു മുഴ കണ്ടു, അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ വലിയ ഒരു മുഴയാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കേസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ലിവർ ക്യാൻസർ, അവർക്കൊരു 2.3 × 3.4 അത്ര സെന്റിമീറ്റർ ഉള്ള ഒരു മുഴയുണ്ട്. 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ലിവറിലുള്ള. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി, അതല്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ബ്ലഡ് ടെസ്റ്റ് നോക്കാൻ നേരത്ത് AFP കൂടുതലാണ്, അവർക്ക് 19.9 കൂടുതലാണ്. അവർക്ക് പിവ്ക എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് HCC ടെസ്റ്റുകളാണ്, ബ്ലഡ് ടെസ്റ്റുകളാണ്. പിവ്ക എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അതാണ് HCC, ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയും. കാർസിനോമ അത് ലിവർ ക്യാൻസർ, അതാണ് HCC, ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റാണ് പിവ്ക. അവരുടെ എന്തോ 1500 1700 എന്തോ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റി. കൂടാതെ തന്നെ ഈ പിവ്ക 1800 1900 നിന്നത് നേരെ 700 നേരെ കുറയാൻ തുടങ്ങി. അപ്പോൾ എഫക്റ്റ് ഉണ്ട്, അവിടെ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് കുറയുന്നത്. അപ്പോൾ സ്റ്റേജ് 1 തന്നെ അത് പിവ്ക എന്തായാലും അപ്പോൾ ക്യാൻസർ അല്ല എങ്കിൽ കൂടത്തില്ല,
അവിടെ ഒരു മുഴയും ഉണ്ട്, ആ മുഴയും ചുരുങ്ങത്തില്ല. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ചുരുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മറ്റേ ഒരു ടെസ്റ്റ്, ഏത് സ്റ്റേജിലൊക്കെയാണ് അവർ വന്നത്? അവരിപ്പോൾ തേർഡ് സ്റ്റേജ്, അത് സ്റ്റേബിളാണ്, സ്റ്റേബിളാണ്. അവരിപ്പോൾ എനിക്ക് തോന്നുന്നു 8 മാസമായിട്ട് നമ്മൾ എൻ്റെ ചികിത്സയിലുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം സ്റ്റേബിളാണ്, സ്പ്രെഡിങ് ഇല്ല. നമ്മളിപ്പോൾ CT എടുത്ത് നോക്കി എല്ലാം സ്റ്റേബിളാണ്, എല്ലാം റിപ്പോർട്ട് ബേസ്ഡ്. What I really like is the confidence. You're talking like ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും. കോൺഫിഡൻസ് ഉണ്ട് ഡോക്ടർ. അല്ല, നമ്മൾ ഡെയിലി ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ആയിരക്കണക്കിന് പേഷ്യൻസ് 19 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. I mean that's where experience comes from. It comes from doing it over and over again. അതൊന്നും നമുക്ക് റിപ്പോർട്ട് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യാൻ ഇവർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരാൻ പോകുന്നു. ഇത് റിപ്പോർട്ട് പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് എങ്ങോട്ടാണ് പോകുന്നത്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെ, absolutely. I have to say this again. എനിക്ക് ഈ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മെഡിക്കൽ സംഭവങ്ങളൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. എനിക്ക് മാത്രമല്ല ആർക്കും ഇഷ്ടമല്ല. ആർക്കും അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹോപ്പും ഏറ്റവും കൂടുതൽ ഹാർട്ട് ബ്രേക്സും കാണുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ്. അത് പേഴ്സണലി എങ്ങനെ ഡോക്ടർ യദുവിനെയല്ല, യദു എന്ന വ്യക്തിയെ ഹൗ ഡു യു മാനേജ് ദാറ്റ്? ഡു യു ഹാവ് ടു ബി കട്ട് ഓഫ്? ഇല്ല, അങ്ങനെയല്ല. I've always wondered about doctors. Especially cancer എന്ന് പറയുന്ന ഒരു വളരെ ഇമോഷണലി ബേർഡൻ ഉള്ള ഒരു അസുഖം കൂടിയാണ്. ഇല്ല, ഇത് ഇമോഷണലി ബേർഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കാണെങ്കിലും നമ്മൾ പല ഇമോഷൻസും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളുടെ കാര്യം ആയിക്കോട്ടെ, ചില ആൾക്കാരെന്ന് വെച്ചാൽ ഈ പിള്ളേർ ഒന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്. അപ്പോൾ പറയും അമ്മ കിടപ്പാണ്, ഹോസ്പിറ്റലാണ്, ബ്രെയിൻ ട്യൂമറാണ്, ഇതിൻ്റെ രക്ഷയുണ്ടോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളും ഇമോഷണലി പറയുന്നതാണ്. പക്ഷേ അതിൽ ഇമോഷണലി കണക്റ്റ് ആയിട്ടെന്നല്ല, നമുക്കത് അവർക്ക് പ്രശ്നങ്ങളില്ലാത്തതിന് മുമ്പോട്ട് കൊണ്ടുപോവുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമുക്ക് വീണ്ടും കുളമാക്കുക അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ഇതാണ്. അവർക്ക് വേണ്ട അവരുടെ അമ്മേനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 1, 2, 3 വർഷം ഒന്ന് എക്സ്ട്രാ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എന്താ പറയും, എനിക്ക് ഇതിന് ക്യൂർ ഇല്ല എന്നറിയാം ഡോക്ടർ, ക്യൂർ ഇല്ല എന്നറിയാം, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി എനിക്ക് എൻ്റെ അമ്മേനെ കുറച്ച് സമയം കൂടി എനിക്ക് കിട്ടണം, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അവർക്ക് ഒരു 3-4 വർഷം അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് അവർക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഡോക്ടർ, ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെഡിസിൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുമ്പം എന്താ പറയുക, കൺവിൻസ്ഡ് അല്ലാത്ത കുറേ അധികം ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഞാനൊരു സ്കെപ്റ്റിക്കാണ്, എനിക്ക് ഈ ഹോമിയോപ്പത്തിയിലൊന്നും വിശ്വാസമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നെ പോലെ ഇത് പഞ്ചസാര ഗുളികയാണ് എന്ന് വിശ്വസിക്കുന്ന എന്നെ എങ്ങനെ ഡോക്ടർ കൺവിൻസ് ചെയ്യും ടു ഡു എ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോമിയോപ്പതി? എസ്പെഷ്യലി എനിക്ക് ഒരു അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ, ക്യാൻസർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വെറുതെ ഒരു അസുഖം മാറ്റിത്തരാം, അത് അങ്ങനെയൊന്നും അല്ല. അതല്ല അതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, അതിനൊരു പ്രോസസ്സുണ്ട്. വരാൻ നേരത്ത് നമ്മൾ നോക്കും എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് നോക്കുന്നുണ്ട്. നമ്മൾ ആ നോക്കിയതിന് ശേഷം ഒരു 15 ദിവസം ആകുമ്പോൾ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോൾ, ഞാൻ ഒരുപാട് സമയമൊന്നും ചോദിക്കുന്നില്ല അതിനകത്ത്, ഒരു 10-15 ദിവസം കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് സൈനാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോ ടെസ്റ്റുകളും ഓരോ 10-20 ദിവസം വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ടെസ്റ്റുകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ, അതായത് അതിൽ കുറയുന്നതായിട്ട് കാണുമ്പോൾ തന്നെ അത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. എന്നെ പോലത്തെ ആൾക്കാർ എന്നെ പോലെ അല്ല, ഞാനിപ്പം ഊഹിക്കുന്ന ആള്, അങ്ങനത്തെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഈ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള വിശ്വാസമില്ലാത്ത അവിടെ വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഫേക്ക് അല്ലേ, നിങ്ങൾ പറയണൊക്കെ കള്ളത്തരല്ലേ, ഇതൊക്കെ സത്യമാണോ, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്? അങ്ങനെ പറയില്ല, കാരണം വിശ്വാസമില്ലാത്താരും വരാറില്ല. എന്താ അവർ വന്ന് പറയാ, വിശ്വാസം കുറച്ച് കുറവാണെങ്കിൽ? ഒന്നത്തെ കാര്യം വിശ്വാസമില്ലാത്ത ആരും തന്നെ വരേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വരുമ്പോൾ തന്നെ ഡോക്ടർ സംശയമുള്ള അത് എന്തായാലും ചോദിക്കുക അവര്, ഡോക്ടർ ഇതേപോലെ കേസുകൾ ചികിത്സിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാതെ. ഒബ്വിയസ്ലി നമുക്കറിയാലോ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഹോമിയോപ്പതി അല്ലേ എന്നുള്ള സംഭവം ഉണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത്, അതിനൊരു ഞാൻ പറയാം പ്രോസസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയുന്നത് 1 മാസം ഒരു സമയം തരൂ. 1 മാസം ഒരു സമയം, ഒരുപാട് സമയമല്ല, ഞാൻ 5 മാസം 6 മാസം 1 വർഷമോ വെറുതെ കണ്ണും പൂട്ടി ചികിത്സിക്കുന്ന 1 മാസം ഒരു സമയം തരൂ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ, അവർക്ക് വരുന്ന ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു റിപ്പോർട്ട്, ഈ കാണുന്ന ഓരോ റിപ്പോർട്ടുകളും അവർക്ക് എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ട. ഈ റിപ്പോർട്ട്സ് ഏതൊരു ഡോക്ടറിൻ്റെ അടുത്തും എത്ര വലിയ ഹോസ്പിറ്റലിലേക്കല്ലേ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും പകൽ പോലെ വെളിച്ചത്തിൽ അവർക്ക് പറയാൻ പറ്റും അത് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. വ്യത്യാസം ഇല്ലെങ്കിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അവർ പറയട്ടെ വ്യത്യാസം ഇല്ല എന്നുള്ളത്.
പക്ഷെ അതാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ SKCCR കെയറിനെ കുറിച്ച് സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ ഒരു ലെഗസി ഉണ്ട്. വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ഇൻ ടേംസ് ഓഫ് ഹോമിയോപ്പതി ആൻഡ് ഫോർ ക്യാൻസർ കെയർ വിതിൻ ഹോമിയോപ്പതി? അതിന്റെ ഇത് സാധനങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. അതെ, എന്തൊക്കെയാണ് അതിന്റെ എനിക്ക് 25 വയസ്സായപ്പോൾ ഐ സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി. അതൊരു ഫാർമസ്യൂട്ടിക്കൽസ്. അത് 25 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ മാനുഫാക്ചറിങ്, സോ അത് ഞാനൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറയുമ്പോൾ വി നോ ഫാർമസ്യൂട്ടിക്കൽ. സോ ന്യൂട്രാസ്യൂട്ടിക്കൽ ഈസ് അതിന്റെ ഫാർമയുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽസും ഉണ്ട് അതിന്റെ അകത്ത്. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈറ്റമിൻ സി വരുന്നുണ്ട്, ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറഞ്ഞ മെഡിസിൻസ് വരുന്നുണ്ട്. വൈറ്റമിൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് വേണ്ട വൈറ്റമിൻസ്. അപ്പോൾ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ. അത് ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരലി ഇപ്പോൾ ഹോമിയോപ്പതിയുടെ നമ്മുടേതായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ ഒരു ഫസ്റ്റ് ബ്രാഞ്ച്, ക്യാൻസർ ഒന്നുമല്ല, വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. ഡോക്ടർ ബോസിന്റെ അല്ല, SKCCR തന്നെ. അതിൽ വെച്ചാൽ നമ്മളിപ്പോൾ വെൽനെസിന്റെ ഒരു ഇത് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ പഠന ആവശ്യങ്ങൾക്കായിട്ടും എല്ലാമായിട്ട് ആൾക്കാർക്ക് നമ്മളിപ്പോൾ ക്ലിനിക്കലി നമ്മളിപ്പോൾ ചെയ്ത് മാറുന്ന, നമ്മളിപ്പോൾ SKCCR നമ്മൾ മാറ്റുന്നുള്ള നമുക്ക് കുറേ അറിയാലോ, ക്ലിനിക്കൽ എവിഡൻ്റ് ആയിട്ടുള്ള കുറേ നമ്മുടേതായിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രൊഡക്റ്റായിട്ട് ഇറക്കുകയാണ്. ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ കാണേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഞാൻ ഓരോ ആൾക്കാരെ ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഒരു 1000കണക്കിന് ആൾക്കാരുണ്ടാവും നാളെ ഹോമിയോപ്പതിയിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിനുള്ള പേഷ്യൻസിന് അത് ഗുണകരമാകും. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കാര്യങ്ങൾ. അതിപ്പം ഡോക്ടർ ബോസ് എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ 25 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 7 വർഷമായി. പക്ഷേ ഐ കൻ സീ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്രാൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഗ്രോ. അതെ. ഡോക്ടർ ബോസ് ഈസ് എ മാനുഫാക്ചറിംഗ് കമ്പനി, ബട്ട് SKCCR ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെല്ലാം കൊടുക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അതിന്റെ ബ്രാഞ്ചുകളും കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തും. ഹോമിയോപ്പതി മെഡിസിനിൽ ഇപ്പൊ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു വിചാരിച്ചു, ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്നു, ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ടതാണോ? അങ്ങനെയില്ല. അതൊരു സാധാരണ പ്രേക്ഷകൻ ചോദിച്ചാൽ അതങ്ങനെയല്ല. അതെങ്ങനെ വെച്ചാൽ ഇപ്പോ എനിക്കൊരു AML ഒരു കേസ് ഉണ്ടായിരുന്ന ലേഡി ഉണ്ട്. AML അതായത് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതേപോലെ പല കീമോയും എല്ലാം കഴിഞ്ഞ് മാറാതിരുന്ന ഒരാളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം അവർക്ക് ബ്ലാസ്റ്റ് സെൽസ് ഒരുപാട് കൂടുതലായിരുന്നു. അവരൊരു 6 മാസത്തിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റ് സെൽസ് ഒന്നുമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർക്ക് എല്ലാം നോർമലായി. അത് ഞാൻ മെഡിസിൻ ട്രീറ്റ്മെന്റും നിർത്തി, ഡോസേജ് കുറച്ച് മെഡിസിൻ ട്രീറ്റ്മെന്റ് നിർത്തി. അത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അവർ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പറഞ്ഞാൽ മോളുടെ കല്യാണം ഡോക്ടറെ വരണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇത്രയും വർഷമായി, പക്ഷേ അത് അവർ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിന്റെ ായിട്ടുള്ള നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള, അതായത് ക്യാൻസർ സെൽസിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇത് മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഡെവലപ്പായി വന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴും കുഴപ്പമില്ല, അവരിപ്പോഴും വരുന്നുണ്ട്, അവളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കുറേ കേസുകളുണ്ട്, കുറേ കേസുകളുണ്ട്. അതേപോലെ സാക്കോമയുണ്ട്, പല കേസുകളുണ്ട്. പിന്നെ ഇതേപോലെ ലിവർ ക്യാൻസറിന്റെ കേസുകളുണ്ട്. ചില കേസുകളൊക്കെയാണ്. ചില കേസുകളിലൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അതിനിപ്പോ വേറെ സിസ്റ്റം ഓഫ് അതെ, നമ്മുടേതായുള്ള എക്സ്പീരിയൻസിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഒന്നും സയന്റിഫിക് അങ്ങനെ പറയാനുള്ള സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നടന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലിവർ ക്യാൻസർ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ലിവറിൻ്റെ മുഴ വലുതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് ഗ്രോ ചെയ്ത് പോവുകയാണ്. നമ്മുടെ മെഡിസിൻസ് കൊടുത്തതിന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അത് ചുരുങ്ങി, അത് 5 സെൻറ്റിമീറ്റർ എന്നോ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആക്കി സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അത് കഴിഞ്ഞ് ഒരു പെറ്റ് സ്കാനോ അല്ലെങ്കിൽ CT നോക്കുമ്പോൾ വേറെ എങ്ങനെ സ്പ്രെഡിങ് ഇല്ല, ഒരു കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ നിൽക്കുന്നു. അങ്ങനത്തെ രീതിയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മെഡിസിൻസ് നിർത്തും. നിർത്തിയതിന് ശേഷം നമുക്ക് കാണാം വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ ചെറിയ കുരുപോലെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ നിന്ന് സ്പ്രെഡിങ്ങോ വേറെ പ്രശ്നങ്ങൾ ഇല്ലാതെ നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ ക്ലിനിക്കൽ ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയും കുറെ കഥകൾ ഉണ്ട്. ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ അടുത്തൊരു ഡെക്കേഡിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു യാത്ര? ഇപ്പം തന്നെ കഴിഞ്ഞൊരു ഡെക്കേഡിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ ഡോക്ടർ ഇൻ ഹോമിയോപ്പത്തി ആൻഡ് സംബഡി ഇൻ ദ വെൽനെസ് ഏരിയ എങ്ങനെ കാണുന്നു ഡോക്ടർ അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം ഏതൊക്കെ മേഖലകളായിരിക്കാം അതിനെയും വളരാൻ പോകുന്നത്? ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇപ്പോൾ US വരെയും അത് ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർക്ക് അറിയാലോ, ആൾക്കാർ വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം ഇത് ആൾക്കാർക്ക് മനസ്സിലായി, ഇപ്പോൾ ഫുഡിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ വൈറ്റമിൻസിലും കാര്യങ്ങളിലും ന്യൂട്രിയൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കറിയുന്ന കുറേ ഫേമസ് ഡോക്ടർമാരുണ്ട്, അവർ വൈറ്റമിൻ തെറാപ്പി കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. കാരണം ഞാൻ ഇപ്പം നമ്മുടെ ഹോമിയോപ്പതി ചെയ്യുമ്പോൾ തന്നെ ചില ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. കാരണം ESR കൂടിയ ആൾക്കാരുണ്ട്. ഞാൻ റെഫർ ചെയ്യുമ്പോൾ അവർ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊണ്ട് മാത്രം ESR കുറയ്ക്കുന്ന ഡോക്ടർമാരുണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള കുറേ ഡോക്ടർമാരുണ്ട്, നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എഫക്റ്റീവ് ആണ്. ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് വളരെ എഫക്റ്റീവ് ആണ്. വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹെൽത്തി ആയ ഒരു ശരാശരി ഒരു ആവറേജ് മലയാളിക്ക് ഹൗ ഓഫൻ ഷുഡ് എ പേഴ്സൺ ലുക്ക് ഇൻ ടു ഹിസ് ഹെൽത്ത്? ആനുവലി നോക്കണോ, 6 മന്ത്ലി നോക്കണോ, എങ്ങനെയായിരിക്കും? ഞാൻ ഒരു 6 months എപ്പോഴും പറയുന്നുണ്ട്. എല്ലാ ഈ വർഷം പറ്റില്ല എങ്കിലും ഇപ്പൊ ഞാൻ വരെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്യാൻസറിന്റെ ചികിത്സിക്കാന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ വരില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ജീവിതശൈലിയുടെ ഒരു രീതിയാണതല്ല. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ നോർമലി നമ്മുടെ CBC ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോക്കും. ഓക്കെ, പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും, ഇതെല്ലാം നോക്കുന്നു. പിന്നെ D-ഡൈമർ നോക്കാറുണ്ട്, ഇങ്ങനത്തെ ടെസ്റ്റുകൾ. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അത് നോക്കാറുണ്ട്, ഇതെല്ലാം നോക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മളൊന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അൾട്രാസൗണ്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ലിവറിൽ ഇപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ലിവറിൻ്റെ സംബന്ധിച്ചിട്ട് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഒരു സമയത്ത് CT പ്ലെയിനെങ്കിലും എടുത്ത് നോക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെയിലി ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനൊരു പേടി വരും, നമുക്ക് വല്ല വരുമോ എന്നുള്ളത്. അതെ. ഏറ്റവും വലിയ ചാലഞ്ച് എന്താ ഡോക്ടർ ഫേസ് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ, ഇൻ യുവർ ഫീൽഡ്? ഈ ഒരു മേഖലയിൽ ഫേസ് ചെയ്യാന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഹോമിയോപ്പതിയിൽ ആൾക്കാർക്കുള്ള വിശ്വാസക്കുറവ്. അത് കുറേ പേര് ഞാൻ വളരെ ഈസി സിമ്പിൾ വേർഡ്സിൽ ഫേക്ക് എന്ന് വരെ വിളിക്കും. അങ്ങനെ പറയുന്നത് കാരണം അത് വേറൊന്നുമല്ല. അത് ഹോമിയോപ്പതി നമ്മൾ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ ഒരു സിസ്റ്റമിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ മറ്റേ കാഷ്വൽ ആയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടില് വളരെ വലിയൊരു ഹോമിയോ ലവർ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹോമിയോ കഴിക്കാൻ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? പഞ്ചസാര ഗുളികയാണ്. അതെ. പഞ്ചസാര ഗുളികയാണ്. പക്ഷെ ആദ്യമൊക്കെ ഇപ്പൊ അത് കുറച്ച് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഇത് ഒരു കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് കമ്പൈൻ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഞങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ഡോക്ടർ കാന്തി എന്ന് പറഞ്ഞു. കാന്തി ഡോക്ടറിന് കുറെ തെറി എടുക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഡോക്ടർ അനുസരിച്ച് ഞാൻ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എനിക്കപ്പം ഇതിനൊരു ജർമ്മൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിടക്കുന്ന സംഭവമൊക്കെ തന്നെ അങ്ങനെ എന്തോ. പക്ഷെ ഡോക്ടർ തന്നെ എന്തോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കി എടുക്കുന്ന കുറെ മരുന്നുകൾ. Tell us what homeopathy actually is then. ഈ പഞ്ചസാര ഗുളിക ഗുളികയൊന്നും അല്ല, അതൊക്കെ ഞാനൊക്കെ അതിന് വേണ്ടി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പഴയൊരു ചിന്താഗതിയായി പഞ്ചസാര ഗുളിക. അപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കും, ഡോക്ടറെ മറ്റേ വെള്ള ഗുളികയാണ് കഴിക്കുന്നത്. അപ്പൊ അവരുടെ വിചാരം ഇത് കഴിക്കുമ്പോൾ പറഞ്ഞ ക്യാൻസർ മാറിയ ആൾക്കാര് അപ്പൊ തന്നെ അത് അങ്ങനെ ആകുന്ന. പക്ഷെ അതൊന്നും അല്ല, എന്റെ കഥകൾ അതൊന്നും അല്ല. അതിന് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ മദർ ടിഞ്ചേഴ്സ്, അതിൽ പല ഹെർബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്, അതിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മെഡിസിൻസ് ഉണ്ട്, പല സാധനങ്ങളുണ്ട്. പല ഹെർബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓൺ കോമ്പിനേഷൻ, അങ്ങനെ കുറെ പത്തോളജിക്കലി നമ്മൾ പഠിക്കുന്ന റിസർച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ എവിഡന്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. അതൊക്കെ ഒരു വലിയൊരു സ്റ്റോറി തന്നെയാണത്. ബുക്കിന്റെ പേര് ഏതാ? അത് മെറ്റീരിയ ഞങ്ങൾ പഠിക്കാനുള്ള വല്ല ബുക്കും ഉണ്ടോ അതിന് വേണ്ടി? ഈ കോമ്പിനേഷൻസ് ഇല്ല. നിങ്ങളപ്പം ഈ കോമ്പിനേഷൻസിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ലേ? അതെ, മെഡിസിൻസ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഓരോ ആൾക്കാരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, സ്പെസിഫിക് ടു ആൻ ഇൻഡിവിജ്വൽ. യെസ്, അങ്ങനെ. പക്ഷെ ചില ഇപ്പോൾ കേസുകൾ നമ്മളങ്ങനെ കുറേ ചെയ്ത് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ അതിൽ ഈ നമ്മൾ കുറേ ട്രയൽ ചെയ്ത് ആൾക്കാർക്ക് നോക്കി ഇപ്പോൾ അതിൻ്റെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു ചില അസുഖങ്ങൾക്ക് ഒരു പോയിന്റിലെത്തി നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, കണ്ണും പൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയുന്നുണ്ട് എന്നുള്ളൊരു സാധനം കോമൺ ഉള്ള ഗ്രൗണ്ടിൽ എത്തി ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റുകളായിട്ട് ഇപ്പോൾ ഇറക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഡെഫിനറ്റ്ലി മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ഈ ഹെൽത്ത് ഇപ്പോൾ കറണ്ട് നമ്മളൊരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടല്ലോ ഈ വേൾഡിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ കേരളയിൽ, അതിലെന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരണം എന്ന് ഡോക്ടറിന് തോന്നി? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിനൊരു റിസർച്ച് വിങ്, അങ്ങനെ റിസർച്ച് ടീം ഒന്നുമില്ല.
കാരണം ഇപ്പോൾ ഹോമിയോപ്പതിയിൽ പല ആൾക്കാരും നിൽക്കുന്നുണ്ട്. ഹോമിയോപ്പതി എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കുറേ പേഷ്യൻസ് വരുന്നുണ്ട്. ക്യാൻസർ, ഞാൻ ഡോക്ടറെ ക്യാൻസർ അവിടെ ചികിത്സിച്ചു, അവിടെ ചികിത്സിച്ചു, ഇവിടെ കോഴിക്കോട് ചികിത്സിച്ചു, ട്രിവാൻഡ്രത്ത് ചികിത്സിച്ചു, ഞാനും ഹോമിയോ കാണിച്ചു, പക്ഷേ എനിക്ക് മാറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഹോമിയോ ചികിത്സിച്ചെന്ന് പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ചികിത്സിച്ചെന്ന് പറയുന്നത്? എന്താണ് അവൻ്റെ റിപ്പോർട്ട്? സ്കാനിങ് ഉണ്ടോ എന്ന് വെച്ചാൽ സ്കാനിങ് ഇല്ല. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ഇല്ല. പിന്നെ എന്താ ഡോക്ടർ മാറിക്കോളൂ എന്ന് പറയും. എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല ചികിത്സ, ഇതല്ല ചികിത്സ. ഞാനത് എൻ്റെ സിസ്റ്റം തന്നെയാണ്, പക്ഷെ അതിന് കുറ്റം പറയാൻ തോന്നരുത്. പക്ഷേ അതൊന്നും അല്ല ചികിത്സ. ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. റിപ്പോർട്ട് വേണം, ബ്ലഡ് ടെസ്റ്റുകൾ വേണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും അല്ല ചികിത്സ. അപ്പോൾ ഇതെല്ലാം ബേസിക്കായിട്ട് ഹോമിയോ ഡോക്ടർമാർ വെക്കേണ്ട കുറേ കാര്യങ്ങളാണ്. കാരണം അവർ നിങ്ങളുടെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ അതിനൊരു ഫോർമലൈസേഷൻ കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം വേണം. തീർച്ചയായിട്ടും വേണം. അങ്ങനെ വല്ല ബോഡീസ് ഉണ്ടോ? സെൻട്രൽ ബോഡി, എനി ബോഡി ദാറ്റ് ഹെൽപ്സ് ദിസ്? അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു റിസർച്ച് ടീം ഉണ്ടെങ്കിൽ, ഹോമിയോപ്പതി റിസർച്ച് ചെയ്യണം വർത്തമാനം പറയും. എന്താണ് ഈ റിസർച്ച് എന്നല്ല ഉദ്ദേശിക്കുന്നത്? ഈ റിസർച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് പേപ്പേഴ്സ് വേണം. ഇത് ബേസിക്കായിട്ടുള്ള പേപ്പർ പോലും ഇല്ല, പിന്നെ എന്താണ് ഹോമിയോപ്പതി റിസർച്ച് എന്നെല്ലാവരും പറയുന്നത്? അപ്പോൾ ആദ്യം ബേസിക്കലി കുറേ കാര്യങ്ങൾ ചെയ്യട്ടെ, പാരലി റിസർച്ച് ചെയ്യണം ഇതിനകത്ത്. കാരണം ആൾക്കാർക്ക് ഒരു മുഴ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീൻ സ്റ്റഡിയൊക്കെ ഉണ്ടാവല്ലോ, ഇപ്പോൾ അറിയാലോ, അലോപ്പതിയിലുണ്ട് അവസാനം. അതേപോലെ ഈ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ജീനിൽ വരുന്ന വ്യതിയാനങ്ങൾ, അതിൻ്റെ മാറ്റങ്ങൾ ഇതിൽ കുറയുന്നുണ്ടോ, അതിൻ്റെ മ്യൂട്ടേഷൻ കുറയുന്നുണ്ടോ, ഇത് ഹോമിയോപ്പതി മെഡിസിൻ കുറയുന്നുണ്ടോ, ഇതെല്ലാം പഠിക്കണം. അവിടെയാണ് കളി. SKCCR എന്ന് പറഞ്ഞൊരു സ്ഥാപനം 46 വർഷമായി. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെതായ ഇന്റേണൽ റിസർച്ചും ഒക്കെ സംഭവം ഉണ്ടാവുമല്ലോ. അതിന്റെ ബേസിസിലാണല്ലോ മരുന്നുകളൊക്കെ പുറത്തു വരുന്നത്. അതെനിക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ചെയ്യുന്ന ആൾക്കാരും അതിന്റെ രൂപീകരിച്ച് ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി നിങ്ങളൊക്കെ നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു ഹോമിയോപാത്തിക് മെഡിസിൻ പ്രാക്ടീസ് എന്ന രീതിയിലേക്കൊക്കെ എത്തണം. അതായത് ഇപ്പോൾ ഒരാൾ പറയുന്നു ഞാൻ ഇതിനു വേണ്ടി ചികിത്സിച്ചു, ഇപ്പോൾ ഫാറ്റ് ലിവർ കുറച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഫാറ്റ് ലിവർ കുറച്ചെങ്കിൽ ആൾക്ക് അതിന് പേപ്പേഴ്സ് വേണം. ഈ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് അത് കുറഞ്ഞതെന്നുള്ള പഠനത്തിനുള്ള ഒരു ബോഡി വേണം അതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ പഠനങ്ങളാണ് നാളെ ഹോമിയോപ്പതിനെ കൊണ്ടുപോകുള്ളൂ അങ്ങോട്ടേക്ക്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗുളിക കൊടുത്തു ആൾക്കൊരു പനി മാറി അതൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലിവറിൽ ഉണ്ടെങ്കിൽ അതിന് വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ള പേപ്പേഴ്സും ഫയൽസും എല്ലാം വേണം അതിൻ്റെ അകത്ത്. പക്ഷെ അത് ആരാണ് അതിൻ്റെ മുകളിൽ ഇരുന്ന് അത് ചെയ്യിപ്പിക്കേണ്ടത്? ചോദ്യമുണ്ടല്ലോ. ആ ഒരു ചോദ്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ, പക്ഷേ ഇതൊക്കെ വലിയ ഫണ്ടിങ് ആണ്. പോയാൽ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും അല്ലേ? അപ്പൊ അതിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് കുറെ കായ് ഇറങ്ങും. നമ്മുടെ കയ്യിലില്ല, എന്റെ കയ്യിൽ എന്തായാലും ഇല്ല. But doctor, like I said, you've had so many great experiences in terms of homeopathy and cancer care. Actually എനിക്ക് ഈ കോൾ വന്നപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഹോമിയോപ്പതിനെ കുറിച്ച് എനിക്ക് അറിയാം. ലൈക്ക് ഐ സെഡ്, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരു സംഭവമാണ് ഹോമിയോ. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഇത്രയും വലിയൊരു അസുഖം അല്ലെ, ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ പറ്റുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലൈഫ് ഇഷ്യൂസ് ആണ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലും ഹോമിയോപ്പതി ഇപ്പോൾ വലിയ ഹെഡ്വേ ഉണ്ടാക്കുന്നു എന്നറിയുന്നതിൽ ഇറ്റ് മേക്സ് മീ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. It is very exciting. So ഇപ്പം ഡോക്ടറിന്റെ ഇപ്പത്തെ ഓഫീസൊക്കെ എവിടെയാണ്? ഹോസ്പിറ്റൽ എവിടെയാണ്? പനമ്പള്ളി നഗറിലാണ്. പനമ്പള്ളിയിൽ ഹാർട്ട് ഓഫ് പനമ്പള്ളി എന്ന് തന്നെ പറയാം. ഫുൾ കൊച്ചിക്കാരായി മാറി ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ പ്രാക്ടീസ് ആണ്. യു ആർ an integrated medical practitioner. അപ്പം അതിന്റെ മീനിങ് what do you mean? How would you define that? അതായത് ഇപ്പോൾ ഹോമിയോപ്പതി നമ്മൾ ചികിത്സിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ട് ബേസ്ഡ് സ്റ്റഡീസ് ഉണ്ട്, അല്ലാതെ തന്നെ ന്യൂറോസ്യൂട്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചില കേസുകളൊക്കെയാണ്. ചില കേസിൻ്റെ അകത്ത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ സോഡിയം കുറയുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ ബ്ലഡ് കുറയുന്ന ആൾക്കാരുണ്ട്, ഈ പ്രോട്ടീൻ കുറയുന്ന ആൾക്കാരുണ്ട്. ഇവരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവരുടെ ഹെൽപ്പ് വേണം. കാരണം ഈ എമർജൻസി മാനേജ്മെന്റ് ഇതിൻ്റെ അകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ. കാരണം അല്ലാതെ എല്ലാം ഹോമിയോപ്പതിയിൽ, ഞാൻ പറയാം എല്ലാം ഹോമിയോപ്പതിയിൽ മാറ്റാമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല അതിൻ്റെ. അപ്പോൾ അതിനകത്ത് എമർജൻസി മാനേജ്മെന്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഇതിൽ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഇഷ്യൂ മാത്രമല്ലല്ലോ. ഹൗ ഡു യു ബാലൻസ് ദാറ്റ്? വരുന്ന ആൾക്കാരുടെ ഒരു മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ വരുമ്പം ട്രീറ്റ്മെന്റ് അനുസരിച്ച് അതിന് വേണ്ടിയും യു വിൽ ഹാവ് ടു റെഫർ ദം ടു അതർ പീപ്പിൾ, റൈറ്റ്, ടു ടേക്ക് കെയർ ഓഫ് ദെയർ മെന്റൽ ഹെൽത്ത്. ഒരുമാതിരി എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് വരുമ്പോൾ തന്നെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവും. അതുകൊണ്ട് പിന്നെ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഐ ലൈക്ക് ദ കോൺഫിഡൻസ്. അവർ വരുമ്പോൾ തന്നെ ഓക്കെ. പിന്നെ അതുകൊണ്ട് വേറെ ഡോക്ടർമാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല.
I'm sure you've had tough moments also. Yes. അല്ലേ അങ്ങനത്തെ do you recollect any moments that sometimes നമുക്ക് sometimes I know that ഒരു ഡോക്ടർ ഒരിക്കലും പേഷ്യൻ്റ് ആയിട്ട് അങ്ങനെ അറ്റാച്ച് ആവാൻ പാടില്ല, പക്ഷെ അങ്ങനത്തെ ടഫ് മൊമെന്റ്സിൽ യുവർ പേഴ്സണൽ ലൈഫിൽ പക്ഷെ ടച്ച് ആവാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ പക്ഷേ ഇമോഷണലി കുറേ ആൾക്കാർ ടച്ച് ആവാറുണ്ട്. കാരണം അവർ പറയുമ്പോൾ കാരണം നമ്മളും ആലോചിക്കുമല്ലോ, നമ്മുടെ ഫാമിലിയിലാണ് ഇങ്ങനൊരു കാര്യം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ ആലോചിക്കുക. അതുകൊണ്ട് ഞാൻ നടക്കുന്ന കാര്യങ്ങൾ പറയില്ല. ഇപ്പം ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്നും പറയും. അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? പറ്റില്ല എന്ന് പറയും. ഞാൻ പറയുന്നതാണ് നമുക്ക് നോക്കാം, നോക്കട്ടെ എന്ന് പറയും. വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു 10 ദിവസം നോക്കും, വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ അതല്ലാതെ നമുക്ക് റിപ്പോർട്ട് കാണാൻ പറയും ഇത് എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം മെഡിസിൻസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കും. പിന്നെ ചില കേസ് ഞാൻ പറഞ്ഞത് 100% ആർക്കും പറയാൻ പറ്റില്ല, എനിക്കും 100% പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കേസുകൾ പ്രശ്നമില്ലാതെ പോകുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗേർഡ് എന്ന് പറയും, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഗേർഡ്. അത് വളരെ ഇതാണ് ഗേർഡ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആളെൻ്റെ അടുത്ത് പറഞ്ഞു വളരെ സിവിയർ ആയിട്ടുള്ള വൊമിറ്റിങ്. അപ്പോൾ അതായത് ഒരു ദിവസം 10-12 അവന് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും കിടപ്പ്. അപ്പോൾ ഭയങ്കര ആള് മെലിയാന്ന് തുടങ്ങി. അപ്പോൾ കണ്ടപ്പോൾ കറക്റ്റ് ഒരു CA പോലെ തോന്നി, ക്യാൻസർ. പക്ഷേ ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്യില്ല, പ്ലെയിൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പുറത്തൊന്ന് കാണിക്കുന്നു, ഗാസ്ട്രോനെ കാണിക്കാൻ പറഞ്ഞു. ഗാസ്ട്രോനെ കാണിക്കാൻ നേരത്തെ അവർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3 ഗാസ്ട്രോനെ കാണിച്ചാൽ 3 പേരും പറഞ്ഞ അതാണ് എൻഡോസ്കോപ്പി ആദ്യം ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് വേറെ പേഴ്സണലി അറിയുന്ന വേറൊരു ഡോക്ടറുണ്ട്, ആൾക്ക് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഡോക്ടറെ അത് എൻഡോസ്കോപ്പി ഒന്നും ചെയ്യണ്ട, കാരണം എന്താ വേറൊന്നുമല്ല, ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ അത് പോകുന്ന സ്ഥലങ്ങളിൽ കൂടെ ആബ്രഷൻസ് ഉണ്ടാവും. ഇനി അവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം അത് പിന്നെ കുത്തിയെടുക്കും. ഇത് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് CA ആണെങ്കിൽ അവിടെ നിന്ന് സ്പ്രെഡിങ് വരാനുള്ള ചാൻസുകളുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള റിസ്കിൽ തന്നെ മെഡിസിൻസ് കൊടുത്ത് ഇപ്പോൾ വർഷം 1-2 ആയി, അവർക്ക് CA പ്രശ്നമില്ല, വൊമിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതേ സെയിം കേസിൽ ഇതേ സെയിം സിംറ്റംസ് ഇതേപോലത്തെ തന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു, ഇതേ സെയിം ഇതായിട്ട്. അപ്പോൾ അവർക്ക് ഇതേപോലെയായിരുന്നു. അവർക്ക് അവിടെ പോയതിന് ശേഷം അവർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോകാൻ നേരത്തെ അവരുടെ ഒരു മെഡിസിൻസ് ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടാനായിട്ടുള്ള സോഡിയം ബൈകാർബണേറ്റും അങ്ങനെയൊക്കെ വരുന്ന കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബയോപ്സിക്ക് ശേഷം പെട്ടെന്ന് സ്പ്രെഡിങ് ആയി എന്ന് പറഞ്ഞ കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കേസുകൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു സെക്ഷൻ ആൾക്കാർ അങ്ങനെ പോയി, ഇത് ബയോപ്സിക്ക് ശേഷം സ്പ്രെഡിങ് വന്നൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പുറത്ത് ഇത് വന്നു ഹോമിയോപ്പതിയിൽ ഫസ്റ്റ് ഇതിൽ തന്നെ വന്ന് ക്ലിയറായി പോയി ഇപ്പോഴും സുഖമായിട്ട് നിൽക്കുന്ന ആൾക്കാരും വേറെയുണ്ട്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആൾക്കാർ നമുക്കാണ്. അപ്പോൾ ഞാൻ പേഴ്സണൽ അറിയുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല, അതിൽ നമ്മൾ ഓപ്ഷൻസ് ആണ് പറയുന്നത്, ഒപ്പീനിയനാണ് പറയുന്നത്. നമ്മുടെ ഒരു അഭിപ്രായം, നമ്മുടെ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എന്താണ് അതനുസരിച്ച് ഒപ്പീനിയനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ വർഷം ഐ തിങ്ക് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും ലീഡിംഗ് ഇന്നോവേറ്റർ ഇൻ ഹോമിയോപാത്തിക് ക്യാൻസർ കെയർ അവാർഡ് ലഭിച്ച ഡോക്ടർ കൂടിയാണ് അല്ലേ? സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ് ആസ് വെൽ. യുനോ ഇങ്ങനത്തെ അവാർഡ്സ് ഒക്കെ കിട്ടുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുന്ന പോലെയൊക്കെ ഇല്ലേ? റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതെ. ഈ ഇത്രയും അധികം ക്യാൻസർ പേഷ്യൻസിനെ കണ്ടുവരുന്ന യുനോ ഒരാളെന്ന നിലയിൽ വാട്ട് ഹാസ് ഇറ്റ് ടോട്ട് യു? എന്തോരം പേഷ്യൻസ് ഉണ്ടാവും, എന്തോരം സ്റ്റോറീസ് ഉണ്ടാവും, എന്തോരം ജീവിതങ്ങളെയാണ് തൊടുന്നത് അല്ലേ? ദർ ആർ സ്റ്റോറീസ് ഓഫ് ഹോപ്പ് ആൻഡ് റെസിലിയൻസ് ആൻഡ് ഇമോഷൻസ്. അപ്പം ഇതൊക്കെ വരുമ്പം ഡോക്ടറിനെ ഏറ്റവും ടച്ച് ചെയ്ത കഥകളുണ്ടാവും, അല്ലെങ്കിൽ കഥകൾ എന്ന് പറയാൻ പാടില്ല, ജീവിതങ്ങളുണ്ടാവും അല്ലേ? ഡോക്ടറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ഇതെല്ലാം ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ആക്ച്വലി. അല്ല, ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ഇമോഷണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, അതായത് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആളുണ്ട്. അപ്പോൾ ഞാൻ ഇത് പണ്ടൊരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. അത് കേട്ടിട്ട് ആളെന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ഡോക്ടറെ അത് ശരിക്കും എൻ്റെ മകൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടർ നമ്മളെ പറ്റി അല്ലേ പറയുന്നത്. അത് ശരിക്കും എന്താണെന്നറിയോ, അത് ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അതിവിടെ പോൺസ് മെഡുല ഒബ്ലോങ്കട്ട ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ളൊരു ട്യൂമറാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ കുട്ടിയുടെ ഒന്ന് തലവേദന അങ്ങനെ എന്തോ സിംറ്റംസ് ആയിട്ട് വന്നിട്ട് ഒന്ന് നോക്കിയതാണ്, MRI ആയിട്ട് നോക്കി. MRI നോക്കാനത്ത് ഇവിടെ ബ്രെയിനിൻ്റെ ഇവിടെ ഒരു മുഴയുണ്ട്. 8 വയസ്സ് 9 വയസ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഇത് കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളിവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. അവിടെ കാണിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇതിന് ചികിത്സയില്ല, ക്രൈനറ്റമി ചെയ്ത് നോക്കി. ക്രൈനറ്റമി ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ചെയ്തിട്ട് കാര്യമില്ലാതെ പിന്നെ ചെയ്തില്ല. കാരണം അത് റേഡിയേഷൻ കീമോ വർക്കാവില്ല.
കാരണം ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് നെർവ് പോകുന്ന ഏരിയ, അവിടെ എന്ത് ചെയ്താലും പ്രശ്നമാണ്, തൊടാൻ പറ്റില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവരുടെ മുന്നിൽ നിന്ന് കാണണം ഈ കുട്ടി ഓരോ ദിവസവും ഇല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷൻ സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു, ഡോക്ടർ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ബാക്കി എല്ലാ സിസ്റ്റവും കഴിഞ്ഞു, എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, കാരണം ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ആ ഒരു ദിവസം ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. കാരണം ഞാൻ ഓർത്തു എന്നെക്കൊണ്ട് ചെയ്യാതെ മാക്സിമം കാര്യങ്ങൾ അത് ചെയ്ത് ആ കുട്ടീനെ ഒന്ന് പിടിച്ചു നിർത്തിയെങ്കിൽ, കാരണം അവർ പറഞ്ഞ് 2-3 മാസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ ഈ ഗ്രാൻഡ് ഫാദർ ശരിക്കും ആ കുട്ടിയുടെ അച്ഛനായിട്ടൊന്ന് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു MRI നോക്കണ്ടേ? വേണ്ട ഡോക്ടർ, MRI വേണ്ട. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അറിയണ്ട, അവർക്ക് അറിയണ്ട. കാരണം എന്തൊക്കെ വന്നാലും എൻ്റെ കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ആവാം, ഡോക്ടറിൻ്റെ മെഡിസിൻ്റെ ആവാം, എന്തും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ MRI എടുത്തോ, അതിന് നമുക്ക് ഇനിയിപ്പോൾ അത് കൂടിയോ കുറഞ്ഞോ ഒന്നും അറിയണ്ട. ഇപ്പോൾ അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞ 3 മാസം കഴിഞ്ഞ് ഇപ്പോൾ വർഷം 2ആയി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ വർഷം 2ആയി. ഇപ്പം കുഴപ്പമില്ല. ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ വർഷം 2ആയി. അവരിപ്പം എൻ്റെ അടുത്ത് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഇടയ്ക്ക് വിളിക്കും. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എന്തുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. കാരണം ആ കുട്ടി ആ അച്ഛൻ്റെ കൂടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ കിടക്കുമ്പോഴും അവരുടെ മനസ്സിൽ കൂടി പോകുന്ന കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കിയേ. കാരണം ഇവൻ നാളെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ചോദിച്ചിട്ടാണ് ഇവരുടെ മനസ്സിൽ കൂടി പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇമോഷൻ സിറ്റുവേഷൻസ്, കാരണം നമുക്കും പിള്ളേരുണ്ട്, ഫാമിലി ഉണ്ട്, ഇതെല്ലാം വരുമ്പോൾ അതിനൊക്കെ സമയമുണ്ടോ എന്ന് ചോദിക്കണ്ടേ. അങ്ങനെ അപ്പോൾ അത് വേറെ ഇമോഷണലി അങ്ങനെ കുറേ കേസുകളുണ്ട്. ഇമോഷണലി പിള്ളേരുടെ കാര്യങ്ങൾ, പിന്നെ ചില ഇപ്പോൾ 10-27 വയസ്സുള്ള അവരുടെ അമ്മമാർ വന്ന് നമ്മുടെ അടുത്ത് കരയുന്ന കാര്യങ്ങളുണ്ട്. 27 വയസ്സാകുമ്പോൾ മോന് ക്യാൻസറാണ്, അത് ഒരു കുഴപ്പമില്ല, ഞാൻ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, സർജറി ചെയ്തു, അങ്ങനെ. അപ്പോൾ വേറൊരു കേസുണ്ടായിരുന്നു, അവൻ ഇത് സർജറി കഴിഞ്ഞ ശേഷം അവൻ എന്തോ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്തോ അമ്മ ഇതേപോലെ എനിക്ക് വയ്യ ബെഡാണ് പറഞ്ഞു, ലാസ്റ്റ് എനിക്ക് മരിച്ചാൽ മതി അമ്മ, ഇവിടെ പോയി അവിടെ ഒരു ഏതോ ക്ഷേത്രം എന്തോ ഉണ്ട്, സിംഗപ്പൂരോ ശ്രീലങ്കയോ അവിടെ ഉണ്ടോ, അവിടെ പോയി സുഖമരണം കിട്ടും, അങ്ങനെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മരിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അങ്ങനെ കിടന്നേ അങ്ങനെ പോകുന്ന ആൾക്കാർ സർജറി ചെയ്തു, ട്യൂബ് ഇട്ടു, വയറ്റിൽ കൂടി അവിടെ ഇൻഫെക്ഷൻ വരുന്നു, അവിടെ നിന്ന് പസ് വരുന്നു, അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടു വരുന്നത് നമ്മുടെ അറിയാമല്ലോ, അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാം. ഇനി ചില ആൾക്കാരെന്ന് വെച്ചാൽ, ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമല്ല, ചില ആൾക്കാർ പറയും ഇത് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം, പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സർജറിയിൽ കൂടെ തന്നെ പല കുടുംബങ്ങളും തകർന്നു പോയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി വേറൊരു ഉദാഹരണം, അതൊരു പ്രായമുള്ളൊരു ലേഡിയാണ്, 85 വയസ്സുണ്ട്. അപ്പോൾ അവർ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവരിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കാൻ നേരത്ത് അമ്മയ്ക്ക് ലിവറിൽ ഒരു മുഴയുണ്ട്, ലിവർ ക്യാൻസറാണ്. അപ്പോൾ അതിനൊരു 2.5 സെൻറ്റിമീറ്ററിൻ്റെ മുഴ ലിവറിൽ കണ്ടു. അപ്പോൾ ഇവർ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു ഇപ്പം തന്നെ ടേസ് എന്ന് അത് കീമോതെറാപ്പിയുടെ ഒരു ഇതാണ്, ചെയ്യണമെന്ന് പറഞ്ഞു. കീമോതെറാപ്പി ഇപ്പം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ആൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓർത്ത് 85 വയസ്സുണ്ടല്ലോ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കൂടി എടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ചോദിച്ചു, ഡോക്ടറെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വന്നതാണ്, ഇതിൽ വല്ല ചികിത്സയുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ ചികിത്സാ രീതികൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വരുമ്പോൾ അൾട്രാസൗണ്ട് നോക്കും, നമ്മൾ ടെസ്റ്റുകളൊക്കെ നോക്കും എന്ന് പറഞ്ഞു. പറഞ്ഞാൽ കുഴപ്പമില്ല ഡോക്ടറെ, നമ്മളൊരു ഓപ്ഷനായിട്ട് വന്നാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 1 മാസം നോക്ക്, 1 മാസം വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം, നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്യണമെന്നില്ല, ഏത് ഹോസ്പിറ്റലിനും അവിടെ തന്നെ പോയി സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ലിവറിൽ മുഴയുണ്ട്, അസൈറ്റിസ് എന്ന് പറയും, വയറിനകത്ത് വെള്ളം കെട്ടുണ്ട്, അതിനാണ് അസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മെഡിസിൻ കൊടുത്തു. 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ അവർ പോയി. അതേ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അവർ സ്കാൻ ചെയ്ത് നോക്കാൻ നേരത്ത് ലിവറിലെ ലീഷൻ സ്റ്റേബിളാണ്, അസൈറ്റീസ് വെള്ളമില്ല, വയറിൽ വെള്ളക്കെട്ടില്ല. അവർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പക്ഷേ അവർ പറയുന്നത് അത് സ്റ്റേബിൾ ട്രീറ്റ്മെൻറ്റ്, പക്ഷേ പെട്ടെന്ന് തന്നെ കീമോതെറാപ്പിയാണ്, അപ്പോഴും ചെയ്യണമെന്ന് പറയുന്നത്. അത് ഒരു പ്രോസസ്സാണ്. ഇപ്പം എൻ്റെ സ്ഥാപനത്തിലുള്ള പ്രോസസ്സ് പോലെ തന്നെ ഹോസ്പിറ്റൽസ് ഓരോ പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആരെയും കുറ്റം പറയുന്നതല്ല, ഓരോ സ്ഥാപനങ്ങളെ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടറെ എന്ത് ചെയ്യണം എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വയസ്സ് 85 ഉണ്ട്. ഈ 85 വയസ്സുള്ള ആളെ നാളെ കീമോ ചെയ്താൽ എന്താവും ഇവരുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം കീമോതെറാപ്പിക്ക് എപ്പോഴും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ
അതൊരു 85 വയസ്സുള്ള ആളെ നാളെ കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പ്രോസസ്സായിട്ട് പല പല 1 കീമോ 2 കീമോ അങ്ങനെ പോകും. അങ്ങനെ ഒരാളെ തളർത്തി കളയുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ 85 വയസ്സുണ്ട്, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, പോകുന്ന അത്രയും കാലം നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ അവർക്ക് 88 വയസ്സുണ്ട്. 3 വർഷമായി ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴും നോക്കും, ഞാൻ എപ്പോഴും എങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയാം. വിശപ്പ് കുറച്ച് കൂടിയെന്ന് സംശയമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. It's so nice when you hear positive stories, you know, and that too ഇപ്പം ഡോക്ടർ ഏതു ഇപ്പം ഇത് ഏറ്റെടുത്തിട്ട് എത്ര വർഷമായി SKCCR? ഞാനിപ്പോ 5-6 വർഷത്തിന് മേളിലായി. അത്രയല്ലേ ആയിട്ടുള്ളൂ. ആ 5-6 വർഷത്തിലേക്ക് എന്തോരം കഥകളാണ് ഓൾറെഡി പറയുന്നത്. അപ്പൊ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ SKCCR വേണ്ടിയുള്ള ഒരു വിഷൻ ഉണ്ടല്ലോ. അതെ. What is Dr. Yedu's vision for SKCCR? SKCCR ഇപ്പോൾ എനിക്ക് കുറേ പരിമിതികളുണ്ട്. അതായത് ഞാനെന്നൊരാള് നിന്ന് കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം എത്ര പേര് നോക്കാൻ പറ്റും? 10 പേരോ 20 പേര് 30 പേര് 50 പേര്. ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നാളെ എന്നെ പോലെ പ്രവർത്തിപ്പിക്കുന്ന, ഇതിന് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്ന ആയിരക്കണക്കിനുള്ള ആൾക്കാർ വരണം. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ വ്യത്യാസങ്ങൾ വരണം. പല ആൾക്കാരെയും നേരത്തെ തന്നെ അതിൻ്റെ അകത്ത് നമുക്കൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ, അവരുടെ ഫാമിലിയിൽ വേറെ കോംപ്ലിക്കേഷനിലോട്ട് പോവാതിരിക്കാൻ പറ്റുമെങ്കിൽ, അതിനൊരു ഒരു ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതിവിടെ മാത്രമൊന്നുമല്ല, അത് ഒരു ഗ്ലോബലി അത് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണേണ്ടത്. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു വ്യത്യാസം, ഇപ്പോൾ എന്താ ഒരു ചേഞ്ച് വേണമല്ലോ. ഇപ്പോൾ ഒരു അസുഖം വന്ന് നമ്മളെപ്പോഴും എന്തായാലും ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഒരു ക്രോണിക് ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു മാറ്റമായിട്ട് ഹോമിയോപ്പതി മാറ്റാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് മെഡിക്കൽ സിസ്റ്റത്തിന് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നതാണ് ത്രൂ SKCCR ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ അത് കുറേ ഡോക്ടർമാർ എന്നെ പോലെ തന്നെ പ്രവർത്തിപ്പിക്കും ഈ ഒരു സിസ്റ്റം. തിരിഞ്ഞു നോക്കാൻ അധികം വർഷം ഇല്ലെങ്കിലും ഈ 5-8 വർഷത്തില് what has been your biggest lesson in your field? അതിലൊരു കാര്യം, ഈ 5-8 വർഷമല്ല ആക്ച്വലി, ഞാൻ 18ാമത്തെ വയസ്സ് കൊണ്ട് അച്ഛനോട് ഇരിക്കുന്ന, അപ്പൊ അങ്ങനെയൊക്കെ 10-15 വർഷമായി. അപ്പൊ ആ വർഷത്തിലുള്ള ഏറ്റവും വലിയ പാഠം എന്താണ്? ഇപ്പം ഈ ഒരു 15 odd yearsല് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു ജേർണി ആണല്ലോ, ഒരു ആ ഇനിഷ്യൽ ഡോക്ടർ ഫേസ് എന്നൊക്കെ പറയാം. ഓൾറെഡി കുറെ അവാർഡ്സ് കിട്ടി, അതൊക്കെ ഉണ്ട്. എന്നാലും there is a lesson that you have learned. What is അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലെസൺ? അതിൽ എപ്പോഴും പറഞ്ഞ കൺസിസ്റ്റൻസി ആയിരുന്നു. കാരണം ഇത് എൻ്റെ ഒരു ലഹരിയായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന കൊണ്ടാണ് ഈ ഒരു സാധനം പോകുന്നത്. കാരണം എനിക്കിതിനെപ്പറ്റി ഇനിയും അടുത്ത എന്താണ് ഇതിന്റെ സംഭവം എന്ന് അറിയാനുള്ള കൗതുകം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു കൗതുകം മാത്രമല്ല, ഒരു ഊർജ്ജസ്സും കൂടെ ഉണ്ട്. There is an energy about you. There is an excitement about you. അത് ഫീൽ ചെയ്യും, എനിക്കും ഫീൽ ചെയ്യും. ഞാൻ കുറച്ച് ഒരു ഹൈ എനർജി പേഴ്സൺ ആണ്. എന്നെക്കാട്ടും കൂടുതൽ എനർജി ഉണ്ടോ, റിമി ടോമിനെക്കാട്ടും കൂടുതൽ എനർജി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. But you can feel that. ആ എനർജി എങ്ങനെ വെച്ചാൽ ഇത് നമ്മൾ കാരണം ഒരാളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു എനർജി, ആ സന്തോഷം ഇല്ലേ, ആ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ലഹരിയാണ്. കാരണം അവിടെ വന്നിട്ട് ഒരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വർഷങ്ങളോളം ജീവിക്കാൻ പറ്റുക പറയുമ്പോൾ അത് മനുഷ്യ ആയുസ്സിലൊരു വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ ഹോപ്പ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതെന്തായാലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ഞാൻ ഓർത്ത് ഇനിയും സാധ്യതകളുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ അതിന് ഇനിയും പഠനങ്ങൾ വേണം, ഇനിയും സാധ്യതകൾ വേണം, ഈ ഒരു സിസ്റ്റം അങ്ങോട്ട് വലുതാവണം. SKCCR കെയറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഡോക്ടർ യദു കൃഷ്ണയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഒരു 10 വർഷം 20 വർഷം മുന്നോട്ട് നിൽക്കുമ്പോൾ ഡോക്ടർ യദു കൃഷ്ണ സ്വന്തമായി എവിടെ എത്തണം എന്ന് കാണുന്നു? ഞാൻ ഒരിക്കലും ഡോക്ടർ യദു കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടോ SKCCR കെയറിന് വേണ്ടിയിട്ടല്ല, അതൊരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം ഇത് ഒരു ഇൻഡിവിജ്വലി എനിക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങളും ചെയ്യുന്നതല്ല. ഈ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ അത് സിസ്റ്റം മാത്രമല്ല, ഇത് മനുഷ്യർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ അത് കുറേ ഫോർവേഡിനായിട്ടും കുറേ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന, അതായത് ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന ഒരു സാധനമാണത്. പക്ഷെ അതിന് എഫക്റ്റ് ഉണ്ട്. കാരണം എൻ്റെ ചികിത്സാ രീതിയിൽ എൻ്റെ പഠനത്തിൽ അതിന് എഫക്റ്റ് ഉണ്ട്. പക്ഷെ അത് കയറി വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം അതിൽ ഞാനെന്ന് പറയുന്ന ഒരു പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പുറകിൽ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ ഒരു വോയിസ് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ. കാരണം ഇനിയിപ്പോൾ നാളെ ഒരു 20 വർഷം കഴിയുമ്പോൾ ഡോക്ടർ യദു കൃഷ്ണൻ ആയിരിക്കില്ല, ഇതേപോലെ പല ആൾക്കാരും ഉണ്ടാവും ഈ സിസ്റ്റത്തിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റം അങ്ങോട്ട് ഡെവലപ്പ് ആവുക, അത് കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. വളരെ എഫക്റ്റീവ് ആയ ഒരു സിസ്റ്റം ആണ് എന്ന് ഫ്രം എക്സ്പീരിയൻസ് യു കൻ സേ. അതെ. അപ്പോൾ ഹിയർസ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഐ തിങ്ക് ലൈക്ക് ഐ സെഡ്, താങ്കളുടെ SKCCR കെയർ എന്ന് പറഞ്ഞ സ്ഥാപനവും ഡോക്ടർ ബോസ് എന്ന് പറഞ്ഞ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയും ഒക്കെ ഓൾറെഡി അതിൻ്റെ ഇമ്പാക്റ്റ് നിരവധി ജീവിതങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോഴും അതിനിയും വലിയ വളർച്ചയിൽ എത്തട്ടെ. കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹോപ്പും
എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. It was lovely having you here, doctor. Thank you so much. And yes, wishing you all Thank the you. best. ഒരിക്കൽ കൂടെ congratulations on the Forbes Oh, award. thank you. May you receive many more. Yes.